ഒരു ഫാക്കൽറ്റി എന്നുള്ള നിലയിൽ ഏറ്റവും ഒരു സന്തോഷം നൽകുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ അതിമനോഹരമായിട്ട് ഒരു എക്സാമിൽ എഴുതുന്നതും അതുവഴി ആ കുട്ടിക്ക് നല്ല സ്കോർ കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ കഴിഞ്ഞ CMA ഫൈനൽ എക്സാംസിൽ IDTക്ക് 83 മാർക്ക് സ്കോർ ചെയ്ത ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേപ്പറാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ കേരളത്തിൻ്റെ ടോപ്പ് മാർക്കായിരിക്കും ഈ 83. അതുപോലെ തന്നെ കഴിഞ്ഞ CMA ഫൈനൽ ഡിസംബർ എക്സാംസിൽ 85 മാർക്ക് കിട്ടിയ DT കിട്ടിയ ഒരു കുട്ടീൻ്റെ പേപ്പറും കൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു IDT ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ക്ലാസ് മാത്രം എൻ്റെ ബുക്ക് മാത്രം പഠിച്ച ഒരാളാണ്. അതുപോലെ തന്നെ DT ക്ലാസ്സും ബുക്ക് മാത്രം എൻ്റെ ബുക്കും ക്ലാസ്സും മാത്രം പഠിച്ച ആളാണ്. അപ്പോൾ അതിൻ്റെ വലിപ്പം പറയാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് ട്രസ്റ്റ് ദ പ്രോസസ്സ്. നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ച് എഴുതുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത വരുന്ന മെയ് എക്സാം CA ഇൻ്റർ ആൻഡ് ഫൈനലിൻ്റെ പേപ്പർ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. ആ കാരണം എന്താ വെച്ചാൽ അതുവഴി നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു എക്സാമിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. കാരണം പലപ്പോഴായിട്ട് കുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കും, പക്ഷേ വെൻ ഇറ്റ് കംസ് ടു പ്രസൻറ്റേഷൻ ഇറ്റ് വിൽ ബി പത്തറ്റിക്. അതൊരിക്കലും പാടില്ല. അപ്പോൾ അതാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരികയാണ്. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് കടക്കാം. റെഡി? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം ബഡീസ്. യെസ്, അപ്പോൾ നമ്മളുടെ ഡിസംബർ 24 ഫൈനൽ IDT പേപ്പറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ഇത് MCQ ആണ്. ഓക്കെ, MCQൻ്റെ ആൻസർ നമുക്ക് ചെയ്തത് നമുക്ക് കിട്ടില്ല. അപ്പോൾ MCQ ഫസ്റ്റ് ഏകദേശം 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അല്ലേ, 15 MCQ ഉണ്ടാവുക. ടോട്ടൽ 30 മാർക്സ് ആണ് നമുക്ക് CMA ഫൈനലിൽ MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. അപ്പോൾ ഇതിൽ ഈ MCQ നിങ്ങൾ കറക്റ്റായിട്ട് ഈ MCQ എങ്ങനെ പഠിക്കുകയെന്ന് വെച്ചാൽ, MCQ പഠിക്കാനായിട്ട് നിങ്ങൾ MCQ ഒരുപാട് ട്രൈ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല മക്കളെ. ഞാൻ CA ആണെങ്കിൽ CMA ആണെങ്കിൽ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ 1000 MCQ പ്രാക്ടീസ് ചെയ്താലും 1001ാമത്തെ ഒരു MCQ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ എങ്ങനെ MCQ പഠിക്കാമെന്ന് വെച്ചാൽ 1-2 മോഡൽ MCQ മാത്രം വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിയറി തറവാക്കുക. എങ്ങനെയാണ് ഇവർ MCQ ഉണ്ടാക്കുന്നത് വെച്ചാൽ, നമ്മുടെ സാധാ ക്വസ്റ്റ്യനെ ഒരു ഓപ്ഷൻ തരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ MCQ കാണാതെ പഠിച്ചു പോയിട്ടൊന്നും കാര്യമില്ല. തിയറി തറവാക്കി വെക്കുക, മാക്സിമം എല്ലാ ഏരിയാസും കവർ ചെയ്യുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്ക് നിങ്ങൾ, ഈ ആൾ നമ്മളുടെ സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പോൾ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം 26 മാർക്ക് MCQ ഒന്ന് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പേപ്പർ നമുക്ക് കിട്ടി അല്ലേ. 26 മാർക്കാണ് അതിന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, ആൾ സ്കോർ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇത്. അപ്പോൾ അത് MCQ പാർട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തിയറി തറവ് ആക്കി പഠിച്ചു കഴിഞ്ഞാൽ MCQ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, ഫൈൻ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് പകുതി അല്ലേ ആശ്വാസമായി. ഇനി നമുക്ക് ഡിസ്ക്രിപ്റ്റീവിലേക്ക് വരാം. ലിസൺ, നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസ്ക്രിപ്റ്റീവിൻ്റെ കേസിൽ നമ്മളുടെ ഓക്കെ, ഇവിടെ സ്ക്രീന് കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, കാരണം അങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻ്റെ ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഒരിക്കലും ഓർഡറിൽ തന്നെ ചെയ്യുന്ന യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ ആകെ ഫസ്റ്റത്തെ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മളുടെ 7 ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ തന്നെ തീരുമാനിക്കണം. അപ്പോൾ ഇയാൾ തീരുമാനിച്ചിട്ടുണ്ടാവുക ഏതാണെന്ന് വെച്ചാൽ, ഇയാൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് 2, 3, 4, 5 5 6 7 അല്ലേ. അപ്പോൾ ആൾ ബേസിക്കലി 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇനി 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് ആൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏതാണ് 5ഉം 8ഉം ആണ് ആൾ സ്കിപ്പ് ചെയ്തിട്ടുള്ളത് അല്ലേ. 5, 8 സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണെന്നില്ല, ഞാൻ ജസ്റ്റ് അതും കൂടെ ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ കൂടെ. അപ്പോൾ ഏതായാലും ഇതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കണമെന്ന് ഫസ്റ്റ് നിങ്ങൾ അപ്പോൾ തീരുമാനിക്കുക, പിന്നെ തീരുമാനിക്കരുത്. ഓക്കെ, പിന്നെ മാറ്റരുത്, എന്ത് വന്നാലും മാറ്റരുത്. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം. ഇനി ശ്രദ്ധിക്കുക, അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കേണ്ടത്, ഫസ്റ്റത്തെ പേപ്പർ എന്ന് പറയുമ്പോൾ നാളെ വളരെ നീറ്റായിരിക്കണം. നമ്മൾ അവിടെ തന്നെ നമ്മളുടെ എക്സാമിനർക്ക് നമ്മളെക്കുറിച്ചൊരു ഇമ്പ്രഷൻ കിട്ടണം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു ഈ പറഞ്ഞ 2, 3, 4 അല്ലേ 6, 7 ഈ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ തന്നെ ഏതാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ട കാര്യം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും,
പിന്നെ ഫസ്റ്റ് 2 ആണ്. പക്ഷെ ആൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ ആൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏത് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്? 4th ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. ഓക്കെ, യു ക്യാൻ സീ ദർ 4th ക്വസ്റ്റ്യൻ അല്ലേ, 4ാമത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ആൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, 4th ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കണം, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട് ഇങ്ങനെ തന്നെ മാർജിൻ ഇടണം. അതായത് മാർജിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ നമ്പർ എഴുതാം. ഓക്കെ, പിന്നെ എന്നിട്ട് ഇവിടെ എഴുതിയാൽ ഇപ്പോൾ ഇവിടെ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇങ്ങനെ തന്നെയാണ്, മാർജിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ഈ ക്വസ്റ്റ്യൻ്റെ എന്താണ് അല്ലെങ്കിൽ നമ്മൾ പോയിന്റ് എഴുതുമ്പോൾ പോയിന്റ് ABC അതൊന്നും ഇവിടെ എഴുതരുത്. ഇവിടെ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ആ പേപ്പർ ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ എഴുതാൻ വിടുകയാണെങ്കിൽ അതൊരു വൃത്തിയാണ്. അതെപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ദാറ്റ് യു ഹാവ് ടു ഡു നൗ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ 4 നമുക്ക് നോക്കാം. 4th ക്വസ്റ്റ്യൻ എന്താണ്? 4th ക്വസ്റ്റ്യൻ പറയുന്നത് എവറി പേഴ്സൺ രജിസ്റ്റേർഡ് GST ലോസ് റിക്വയർഡ് TDS അല്ലേ. അപ്പോൾ TDS കട്ട് ചെയ്യണം. കമൻറ്റ് ഓൺ ദ വാലിഡിറ്റി ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആൻസർ എല്ലാവർക്കും അറിയാം, എല്ലാവരും TDS ഒരിക്കലും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ തിയറിയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ആൾ എഴുതിയിട്ട്. നമുക്ക് ആദ്യം തിയറി നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ശരിക്കും തിയറി എങ്ങനെയാണ് നോക്കാം. എന്നിട്ട് നമുക്ക് അപ്പോൾ എൻ്റെ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ആ ബുക്ക് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ബുക്കാണോ ഉള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ ബുക്കിലുള്ള TDS പ്രൊവിഷൻസ്. അപ്പോൾ TDSൻ്റെ പ്രൊവിഷൻസിൽ നമുക്കറിയാം ഇവരാണ് TDS കട്ട് ചെയ്യേണ്ടത് അല്ലേ. ഇവരാണ് ഇതിലിപ്പോൾ പുതിയ അമെൻമെൻ്റ് ആണോ, ഈ സാധനം പുതിയ അമെൻമെൻ്റ് ആണ്. അതായത് ഇനി വരുന്ന ജൂൺ എക്സാം അല്ലെങ്കിൽ മെയ് എക്സാം, ഓക്കെ, നമ്മുടെ CA മെയ് എക്സാം, CMA ജൂൺ എക്സാം, അതിനുള്ള പുതിയ അമെൻമെൻ്റ് ആണ്. അപ്പോൾ അത് അതിൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ആളുകളാണ് TDS കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇത്ര മാത്രമേ ഉള്ളൂ, എവറി പേഴ്സൺ രജിസ്റ്റർ റിക്വയർഡ് ടു ഡെക്ട് TDS under section 51 comment on the value of statement discuss a relevant provision of the law. ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ആൾ എഴുതി നോക്ക് നിങ്ങൾ. ഫസ്റ്റ് നമ്മൾ സ്ട്രൈറ്റ് അവേ ആൻസർ കൊടുത്തിട്ടുണ്ട്, സൂപ്പർ. നോ, അത് ഒരിക്കലും ശരിയല്ല, സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. കാരണം നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ എഴുതാം. അല്ലാതെ ആദ്യം പ്രൊവിഷനിൽ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നിങ്ങൾ കൊടുക്കുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവിഷനിലേക്ക് വരാം. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ പറഞ്ഞിട്ട് ആൾ കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞ ആളുകളുടെ അതുപോലെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്ക് നിങ്ങൾ, ഈ 51% വരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ആൾ. ഓക്കെ, നമ്മളുടെ തിയറി എടുത്ത് നോക്ക് അല്ലേ, 51%ൻ്റെ പ്രൊവിഷനൊക്കെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ആൾ നിർത്തിയിട്ടില്ല. ആൾ പിന്നെ പോയിട്ട് എന്താണ്, ഡിഡക്റ്റ് എമൗണ്ട് ടു ബി പെയ്ഡ് വിത്തിൻ 10th ഓഫ് ദ ഫോളോയിങ് മന്ത്സ് അല്ലേ. നമുക്ക് തിയറി അറിയാം, നമ്മൾ എന്ത് ചെയ്യണം, ഈ കട്ട് ചെയ്ത എമൗണ്ട് അടുത്ത മാസം 10ാം തീയതിക്ക് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യണം. ഓക്കെ, അതും ആൾ എഴുതിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പിന്നെ ഒരു സർട്ടിഫിക്കറ്റ്, അതിനെക്കുറിച്ചും ഡിസ്കസ് ഉണ്ട്, 5th day ഫ്രം ദ. അപ്പോൾ ആൾ ഇതും തന്നെ ഒരു എക്സാമിലേക്ക് മനസ്സിലാവും ഈ ചെങ്ങായി നല്ല രീതിയിൽ പഠിച്ച ഒരാളാണ് അല്ലേ. കാരണം ആലോചിച്ച് നിങ്ങൾ കറക്റ്റ് ആ സംഭവങ്ങൾ ഫുൾ എഴുതിയിട്ടുണ്ട്, ആ പേജിലുള്ള ഫുൾ എഴുതിയിട്ടുണ്ട്. അത് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ GST സർട്ടിഫിക്കറ്റ് വിത്തിൻ 5 days നമ്മൾ കൊടുക്കണം അല്ലേ. പിന്നെ അതുപോലെ തന്നെ TDS ആൾസോ നീഡ് ടു ബി ഡിഡക്റ്റഡ് ഇഫ് ദ പ്ലേസ് ഓഫ് സപ്ലൈ. അതുപോലും അതായത് നോക്ക് നിങ്ങൾ, ഈ സംഭവം ഉണ്ടല്ലോ, നോൺ അപ്ലിക്കബിലിറ്റി ടു TDS. പിന്നെ എവിടെയായിരുന്നു certain clarification ഇവിടെ അല്ലേ, നോൺ അപ്ലിക്കേഷൻ ഓഫ് TDS ടു അവോയ്ഡ് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി. ഈ സപ്ലൈയുടെ ലൊക്കേഷനും പ്ലേസ് ഓഫ് സപ്ലൈ ഒരു സ്റ്റേറ്റിലും അത് റെസിപ്പിയൻ മറ്റൊരു സ്റ്റേറ്റിലാണ്. അതിൻ്റെ ലോജിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊവിഷനും ആൾ അതിൽ എന്താണ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ദർ ഇസ് ഫോർ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ്. പിന്നെ ആൾ വീണ്ടും ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്, ഈ പറഞ്ഞ ഓൺലി പേഴ്സൺ നമ്മുടെ അല്ലേ. ആൾ വേറെയും കുറേ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മുടെ ആൻസറിലേക്ക് കറക്റ്റ് ആൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അതാണ് അവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. 7 അപ്പോൾ ബേസിക്കലി ഇവിടെ എന്താണ്, എത്രയായിരുന്നു, 4A അല്ലേ, 4A അല്ലേ. ഓക്കെ, 4A ക്വസ്റ്റ്യൻ അല്ലേ, 4A അല്ലേ. അപ്പോൾ 4A എന്താണ് ആൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര മാർക്കാണ് 4A കിട്ടിയെന്ന് വെച്ചാൽ 7 മാർക്ക് ഫുൾ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ അല്ലേ. അപ്പോൾ അതാണ് അതിൽ ശ്രദ്ധിക്കണം. ഇനി 4B ക്വസ്റ്റ്യൻ എന്തായിരുന്നു, റൈറ്റ്. അപ്പം ഒരിക്കലും വിചാരിക്കുക നമ്മൾ എത്ര എഴുതിയാലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫുൾ മാർക്ക് തരില്ല, മണ്ടത്തരാണ്. നല്ല കറക്റ്റായിട്ട് നിങ്ങൾ ആൻസർ ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും, ഒരു പേടിയും പേടിക്കണ്ട. ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് വിത്ത് റെഫറൻസ് ടു ടൈം ഓഫ് സപ്ലൈ അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പോൾ നമ്മുടെ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും RCMനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് തിയറിയിൽ നമ്മൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് എന്തൊക്കെയുണ്ട് നോക്കാം, നമ്മൾ തിയറി പഠിപ്പിച്ച് എന്തൊക്കെയുണ്ട് നോക്കാം. ഇപ്പോൾ ടൈം ഓഫ് സപ്ലൈ ചാപ്റ്ററിലേക്ക് മടങ്ങി എല്ലാവരും. എവരി വൺ കം ടു അവർ ടൈം ഓഫ് സപ്ലൈ ചാപ്റ്റർ. അപ്പോൾ നമുക്കറിയാം ടൈം ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് നോക്കാം. അപ്പോൾ അതിൽ നമ്മുടെ RCMൻ്റെ കേസ് അല്ലേ, RCMൻ്റെ കേസിൽ യു ക്യാൻ സീ ദെയർ, ഇതാണ് നമ്മുടെ RCM ഗുഡ്സിൻ്റെ കേസ്. പിന്നെ അതുപോലെ തന്നെ സർവീസസിലേക്ക് വരുന്ന സമയത്ത് ദിസ് ഇസ് RCM സർവീസസ്. ഓക്കെ, ഈ സംഭവമാണ് ശരിക്കും നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 7 മാർക്കിനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലായി വരണം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഫുള്ള് എഴുതിയിട്ടുണ്ട്, ഗുഡ്സിൻ്റെ കേസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, അത് പിന്നെ നോർമൽ കേസ് വിൽ ബി ദ
ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, പിന്നെ വെരി ഗുഡ്, അതായത് ഇമ്പോർട്ടേഷൻ സർവീസിൻ്റെ കേസും കൂടെ ആൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഒരു ഇമ്പോർട്ടേഷൻ സർവീസ് നമ്മൾ പഠിച്ചു ഓർമ്മയുണ്ടോ? ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് അതും ആൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് കറക്റ്റായിട്ട് ആൾ പഠിച്ചിട്ടുണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ? ബുക്ക് കറക്റ്റായിട്ട് അതുപോലെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് 4Bക്കും 7 മാർക്ക് ഫുൾ കിട്ടി. നോക്കി നിങ്ങൾ ഫസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ, അതായത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 14 മാർക്ക് ആൾ സെറ്റാക്കി പോക്കറ്റ് കിട്ടും. MCQ 26, ഇത് 14, അപ്പോൾ എത്രയായി? 30, 40. ഈസി. അതായത് നല്ല രീതിയിൽ കറക്റ്റായിട്ട് നമ്മുടെ ക്ലാസ്സും ബുക്കൊക്കെ വായിച്ച് പോയ ഒരാൾക്ക് ഇറ്റ് ഈസ് ഈസി ടാസ്ക് ബഡീസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, അടുത്ത ആൾ പോയത് അപ്പോൾ 4 കഴിഞ്ഞിട്ട് പിന്നെ ആൾ നേരെ പോയത് 7A ഓക്കെ, 7A. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. 7A കേസ്, ഡിസ്കസ് എ പേഴ്സൺ ഹു ഹാവ് ബീൻ കൺഫേർഡ് എക്സംഷൻ ഫ്രം ഇൻവോയ്സിങ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ശരിക്കും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബുക്കിൽ ടാക്സ് ഇൻവോയ്സ് കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മളുടെ ബുക്കിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ടാക്സ് ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ടാക്സ് ഇൻവോയ്സ് കൊടുത്തിട്ടില്ല, രജിസ്ട്രേഷൻ ചാപ്റ്റർ കൊടുത്തിട്ടില്ല നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബുക്കിൽ. പക്ഷേ നമ്മളുടെ ബുക്കിൽ അത് രണ്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ബുക്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. ഞാൻ എൻ്റെ റെക്കോർഡ് ക്ലാസ്സിൽ അത് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇൻവോയ്സിൻ്റെ കേസിൽ ഇൻവോയ്സിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇൻവോയ്സിൻ്റെ കേസിൽ പേഴ്സൺ എക്സംപ്റ്റഡ് ഫ്രം ഇൻവോയ്സിങ് ആരൊക്കെയാ? പേഴ്സൺ എക്സംപ്റ്റഡ് ഫ്രം ഇൻവോയ്സിങ് എവിടെയായിരുന്നു? എവിടെ ഇൻവോയ്സിങ്? ഡൈനാമിക് വർക്ക് കൂടെ അല്ല, എക്സംഷൻ എവിടെ? അല്ലല്ല, സോറി. അപ്പോൾ എൻറ്റിറ്റീസ് എക്സംപ്റ്റഡ് ഫ്രം ഇൻവോയ്സിങ്. ഇത്രയും പേര് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ആൾ ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതായത് പിന്നെ ഈ എക്സംഷനിൽ ആൾ ഇല്ലാത്ത 2 ആളും കൂടി എഴുതിയിട്ടുണ്ട്. അണ്ടർ കോമ്പോസിഷൻ സ്കീം, അതുകൊണ്ട് ഉണ്ടോ? നമുക്ക് കോമ്പോസ് സ്കീം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ കോമ്പോസ് സ്കീം ഇല്ല, പക്ഷേ ആളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് എക്സ്ട്രാ പോയിന്റ് അല്ലേ ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ പേഴ്സൺ പേയിങ് അണ്ടർ റിവേഴ്സ് ചാർജ്, അതും അതിലില്ല. സച്ച് അതർ ക്ലാസ് ഓഫ് പേഴ്സൺ, അത് പിന്നെ ശരിയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എന്താണ് ഇത് ഇത്രയും കാര്യങ്ങളുള്ള അതിൽ കോമ്പോസ് സ്കീം ഒന്നുമില്ല. അത് കാരണം കൊണ്ട് ചെറുതായിട്ട് മാർക്ക് ആൾക്ക് മിസ്സായിട്ടുണ്ട്. കാരണം ഇല്ലാത്ത 2 പോയിന്റ് അവിടെ എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്, അത് പാടില്ല. ഓക്കെ, അപ്പോൾ 7ക്ക് എത്ര ആൾക്ക് മാർക്ക് കിട്ടിയത് വെച്ചാൽ എത്രയാണ്? എത്രയായിരുന്നു മാർക്ക് എവിടെ കൊടുത്തില്ല? 7Bൻ്റെ കൊടുത്തിട്ടുണ്ട്. 7Aക്ക് മാർക്ക് കൊടുത്തിട്ടില്ലേ? എന്താണ് ചെയ്തില്ല? 7Aക്ക് മാർക്ക് കൊടുത്തിട്ടില്ലേ? 7Aക്ക് നമുക്ക് നോക്കാം. 7Aക്ക് എത്ര മാർക്ക് കൊടുത്തില്ല? 7Aക്ക് 4 മാർക്ക്. ഓക്കെ, 4 മാർക്ക്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 4 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് മാർക്ക് പോയത് 3 മാർക്ക് പോയതെന്ന് വെച്ചാൽ ഇല്ലാത്ത ഒരു പോയിന്റ് എഴുതി, ആ ഒരു കാരണം കൊണ്ട്. അല്ലെങ്കിൽ അത് ഫുൾ മാർക്ക് കിട്ടിയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഇല്ലാത്ത മാർക്ക് എഴുതാൻ നിൽക്കരുത്, ഇല്ലാത്ത കാര്യങ്ങൾ എഴുതാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ 7A കഴിഞ്ഞു. ഇനി 7Bയിലേക്ക് വരാം നമുക്ക്. 7B. അപ്പോൾ 7Bയിലേക്ക് വരാം. 7B എന്താണെന്ന് വെച്ചാൽ ലിസൺ എവരിവൺ. 7Bയിൽ എന്യൂമറേറ്റ് ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ടബിൾ ഐറ്റം അണ്ടർ അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം. നമ്മുടെ FTPൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? FTP. അപ്പോൾ നിങ്ങൾ FTPയിലേക്ക് വരികയാണെങ്കിൽ യു ക്യാൻ സീ ദെയർ ബഡീസ്. അപ്പോൾ FTPയിലേക്ക് വരും. FTP എവിടെയായിരുന്നു മക്കളെ? ഓക്കെ, FTP. അപ്പോൾ FTPൻ്റെ കേസിൽ നമുക്കറിയാം ഫസ്റ്റ് പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. ഞാൻ പറയുന്നത് രണ്ടും ഇമ്പോർട്ടൻറ്റ്, പാർട്ട് Aയും പാർട്ട് B ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബോത്ത് ഫോർ CA, CMA ഫൈനൽ രണ്ടിനും ഇത് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് FTP. അപ്പോൾ അതിൽ നമുക്കറിയാം അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം എന്നുള്ളൊരു സ്കീമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം. ഓക്കെ, അപ്പോൾ ഇതാണ് അഡ്വാൻസ് ഓതറൈസേഷൻ. അപ്പോൾ അതിൽ ഇവർ ചോദിച്ചിട്ടുണ്ടാ ക്വസ്റ്റൻ എന്താ? എന്യൂമറേറ്റ് ദ ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് അണ്ടർ അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം. അതായത് അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീമിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ശരിക്കും ഇതിൽ ആൻസർ ഡയറക്റ്റ്ലി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആകെ എത്ര കൊടുത്താൽ മതി? ഈ 2 സാധനം മാത്രം എഴുതിയാൽ മതി. ഇനി ആൾ എഴുതി നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അതുപോലെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എവിടെയായിരുന്നു? 7 അല്ലേ? 7B അല്ലേ? അപ്പോൾ ഫോളോയിങ് ഐറ്റംസ് ഇമ്പോർട്ട് വിച്ച് ഈസ് ഫിസിക്കലി പിന്നെ എന്താണ് പ്രസൻറ്റ് ഫോർ ദ എക്സ്പോർട്ട് അല്ലേ? അപ്പോൾ നോക്ക് നിങ്ങൾ നമ്മൾ അതേപോലെ ഇൻപുട്ട് വിച്ച് ഫിസിക്കലി ഇൻകോർപ്പറേറ്റ് ദ എക്സ്പോർട്ട് പ്രൊഡക്റ്റ്. ചെറിയ ഇത് വ്യത്യാസമുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഫ്യൂവൽസ്, ഓയിൽസ് അല്ലേ? അപ്പോൾ ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ആൾ കറക്റ്റ് പഠിച്ചിട്ട് പോയ ഒരാളാണ് അല്ലേ? കറക്റ്റ് ആ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആൾ പിന്നെ കുറേ കാര്യങ്ങൾ വേറെ ചെയ്തിട്ടുണ്ട്. എലിജിബിൾ സപ്ലൈ നമ്മളിവിടെ കൊടുത്തു, അതേപോലെ തന്നെ എലിജിബിൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ എക്സ്പോർട്ട് ഇതൊക്കെ അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡീംഡ് എക്സ്പോർട്ട് അല്ലേ? അതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മൾ പിന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനാൾക്ക് 6 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു മാർക്ക് മാത്രമേ മിസ്സായിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണ് ഒരു മാർക്ക് മിസ്സായത് എന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഫുൾ കൊടുത്തിട്ടുണ്ടല്ലോ. അവരെന്താ ചിലപ്പോൾ എന്തെങ്കിലും അഡ്വാൻസ് ഓതറൈസേഷൻ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീം
കറക്റ്റ് ഇത് കൊടുത്തിട്ടുണ്ട്, 7B കൊടുത്തിട്ടുണ്ട്, എലിജിബിൾ സപ്ലി കൊടുത്തിട്ടുണ്ട്, എല്ലാം കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു മാർക്ക് അവർ കുറച്ചിട്ടുണ്ട്, അതെന്താണെന്ന് അറിയില്ല. ഓക്കെ, ചിലപ്പോൾ എല്ലാം കൂടെ കൊടുത്താൽ വേണ്ട വിചാരിച്ചാൽ ഒരു മാർക്ക് അവർ കുറച്ചിട്ടുണ്ട്. അത് അങ്ങനെ കാരണം അവർ ബേസിക്കലി അവിടെ തെറ്റൊന്നും ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്തത് ആൾ എഴുതിയത് ഏതാണ്? 3. പിന്നെ ആൾ നേരെ പോയത് 3ലേക്കാണ് അല്ലേ, 3ലേക്കാണ് പോയത്. അപ്പോൾ 3. ഓക്കെ, 3ലേക്ക് നമുക്ക് നോക്കാം. ഡിസ്കസ് വെദർ ദ GST വുഡ് ബി പേബിൾ ഇൻ ദ ഫോളോയിങ് ഇൻഡിപെൻഡൻറ്റ് കേസസ്. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ വിഷ്ണു ടെമ്പിൾ ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ 1023C ഓഫ് ഇൻകം ടാക്സ് ഗിവ്സ് എൻ റെന്റ് ഓൺ കമ്മ്യൂണിറ്റി ലൊക്കേറ്റ് വിത്തിൻ ടെമ്പിൾ പ്രൈസ് ടു പബ്ലിക് ദിവാലി മേള. റെന്റ് ചാർജ് 9,550. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇവരൊരു ഇതാണ്. അപ്പോൾ എന്താണ് അതിന് ആ റെൻറ്റിൻ്റെ മേലെ GST ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഇത് ക്ലാസ്സിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നോട്ടിഫിക്കേഷൻ നമ്പർ കോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ആസ്പർ എന്ന് എഴുതരുത്. അപ്പോൾ ആൾക്ക് കറക്റ്റ് ക്ലാസ് കേട്ടിട്ടുണ്ടോ, അതാണ്. ഓക്കെ, ആസ്പർ എന്ന് എഴുതുന്നത്. പക്ഷേ ക്ലാസ് കേട്ടപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ചാൽ ഞാൻ ആസ്പർ എഴുതിയത് പറഞ്ഞിട്ട് പകരം നമ്മൾ എഴുതേണ്ടത് വൈഡ് അല്ലെങ്കിൽ വയ, അല്ലെങ്കിൽ എന്നുള്ളത് കേട്ടിട്ടില്ല. രണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, വൈഡ് അല്ലെങ്കിൽ വയ, ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, നോട്ടിഫിക്കേഷൻ കറക്റ്റ് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാരിറ്റബിൾ രജിസ്റ്ററിൻ്റെ സെക്ഷൻ 12A 12B 1023 സൂപ്പർ, അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് നമ്മൾക്ക് അറിയാം, ഡസൻ എക്സിറ്റ് 10,000 പെർ ഡേ ആണ്. അപ്പോൾ ഇത് 9,500 ആണ് അല്ലേ. അപ്പോൾ ഹെൻസ് ദ റെന്റ് ചാർജ് ഈസ് 9,050, ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഫുള്ളായി കറക്റ്റായിട്ട് സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളി. അപ്പോൾ അല്ലേ, ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് എഴുതി കാണുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത് എന്താണ്, സെക്കൻഡ് വൺ എന്താ, എ കമ്പനി സെക്രട്ടറി മേക്ക് എ പേയ്മെൻറ്റ് ഓഫ് LLP രജിസ്ട്രേഷൻ ഫീ 4,000 on behalf of their client and charge the client is professional fee 16,000 along with expense 4,000. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്യുവർ ഏജൻസി സർവീസ് ആണ് അല്ലേ, പ്യുവർ ഏജൻസി ആണ്. അപ്പോൾ ആള് ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ 2ൻ്റെ കേസിൽ. അപ്പോൾ എന്താണ്, ഹിയർ ദ പേയ്മെൻറ്റ് 4,000 ഇസ് പ്യുവർ സർവീസ് അല്ല എഴുതേണ്ടത്, പ്യുവർ ഏജൻസി സർവീസ് എഴുതേണ്ടത്. ആ ഏജൻസി എന്നുള്ളത് ഇതാണ്. അപ്പോൾ ഏതായാലും ഇത് നെല്ലാണ്, കാരണം അത് വാല്യൂ കൂട്ടണം, 4,000 കൂട്ടണ്ട, കാരണം ഇത് പ്യുവർ ഏജന്റ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പഠിപ്പിച്ച ഓർമ്മയുണ്ട്, റൂൾ 29 അല്ലേ, സോറി റൂൾ 29 അല്ല, റൂൾ 33. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളുടെ പ്യുവർ ഏജൻസിൻ്റെ കേസ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ മക്കളെ? എവിടെയായിരുന്നു പ്യുവർ ഏജൻസി സർവീസ്? പ്യുവർ ഏജൻസിയുടെ അല്ലേ, നിങ്ങൾ ബുക്ക് ഏതാണോ ഫോളോ ചെയ്യുന്ന ആ ബുക്ക് ഇപ്പം തന്നെ അതും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം അതന്നെ ഇപ്പം തന്നെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ പ്യുവർ ഏജൻസി യു ക്യാൻ സീ ദെയർ പ്ലേസ് ഓഫ് സപ്ലൈ അല്ല, വാല്യൂ ഓഫ് സപ്ലൈ ഇവിടെ. ഓക്കെ, ഇപ്പോൾ വാല്യൂ ഓഫ് സപ്ലൈൻ്റെ കേസിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ പ്യുവർ ഏജൻസി സർവീസിൻ്റെ കേസ് യു ക്യാൻ സീ ദെയർ ബഡീസ്. അവിടെ 32 കഴിഞ്ഞിട്ട് 33 കണ്ടോ, പ്യുവർ ഏജൻസി. അപ്പോൾ നമുക്കറിയാം പ്യുവർ ഏജൻസി ആണെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ എന്താണ്, ഒരു റീഇംബേഴ്സ്മെൻറ്റ് പ്രോത്സാഹനമാണ്. അപ്പോൾ പിന്നെ ഷാൾ നോട്ട് ആഡ് ടു ദ വാല്യൂ ഓഫ് സപ്ലൈ, അതാണ് അവിടെ നിൽ എഴുതാൻ കാരണം. അപ്പോൾ സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി അതുപോലെ തന്നെ ഏതാ ക്വസ്റ്റൻ ഏതായിരുന്നു, 3B അല്ലേ. ഇനി അടുത്ത 3A സോറി 3A കേസിൽ അപ്പോൾ അത് എഴുതി. അടുത്ത ഫാർമാസ്യൂട്ടിക്കൽ കമ്പനി സപ്ലൈ ഫ്രീ സാമ്പിൾ. ഈ ഫ്രീ സാമ്പിൾ നമുക്കറിയാം ഒരിക്കലും സപ്ലൈ അല്ല, കാരണം എന്താണ്, അത് കൺസിഡറേഷൻ ഇല്ല. പക്ഷേ നമ്മൾ അത് മാത്രം എഴുതിയാൽ പോരാ, ITC ഉണ്ടെങ്കിൽ സപ്ലൈ ആവുന്ന കൂടെ എഴുതണം. അപ്പോൾ പിന്നെ എവിടെയായിരുന്നു 3ൻ്റെ കേസിൽ പാടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് എ സപ്ലൈ ആസ് പെർ ഷെഡ്യൂൾ 1. ഓക്കെ, ഷെഡ്യൂൾ 1 പ്രകാരം എന്താണ് ITC ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സപ്ലൈ ആണ്. അപ്പോൾ ആദ്യം എഴുതിയിട്ടുണ്ട് സപ്ലൈ അല്ല, സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്, കാരണം രണ്ടും എഴുതിയിട്ടുണ്ട്. ആദ്യം സപ്ലൈ അല്ല, പക്ഷേ ITC എടുത്തിട്ടുണ്ടെങ്കിൽ സപ്ലൈ ആണ്. അപ്പോൾ രണ്ടും സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി RTY ലിമിറ്റഡ് ഗിവൺ ഓൺ ഹയർ 12 ട്രക്ക് ടു ABV ട്രാൻസ്പോർട്ട് ഓഫ് മുംബൈ GTA ഫോർ ട്രാൻസ്പോർട്ടിങ് എന്താണ് ദ ഹയറിംഗ് ചാർജസ് ഫോർ ദ ട്രക്ക് ഈസ് 1,250 പെർ ട്രക്ക്. അതെന്താ എഴുതിയിട്ടുള്ളത്, as per GST of factory adding a vehicle to GTA is exempted up to 10 lakh vehicle, but here it is 12 lakh 12 ബാക്കോ എന്താ 12 lakh അല്ലേ, എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് 12 lakh 12 ട്രക്ക്. ഇത് ആക്ച്വലി പിന്നെ ആൾക്ക് ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻ മനസ്സിൽ കയറി വന്നാൽ തോന്നുന്നുണ്ട്. അതിൽ നമ്മൾ പിന്നെ TDSൻ്റെ കേസിൽ 10 വെഹിക്കിൾ വരെയുള്ള ആൾക്ക് TDS വേണ്ട, ആ പ്രൊവിഷൻ കയറി വന്നതാണ്. കുഴപ്പമില്ല, കാരണം ഇത്രയും വലിയ ബുക്കല്ലേ, അപ്പോൾ ഏതൊക്കെ ഇഷ്യൂസ് വരും അല്ലേ. ഇതിൽ തിയറി ഏതാണെന്ന് വെച്ചാൽ, ഇതിൽ എഴുതേണ്ട തിയറി നിങ്ങൾ എൻ്റെ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ടേക്ക് എവ്രി വൺ പേജ് നമ്പർ പിന്നെ ഏതായിരുന്നു
പേജ് നമ്പർ ഇത് പേജ് നമ്പർ 116. അപ്പോൾ അതിലുണ്ടാവും നമ്മൾ റെൻറ്റിങ് ഓഫ് വെഹിക്കിൾ എന്നുള്ളൊരു ഹെഡിങ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം നമ്മളൊരു ഗുഡ്സ് വെഹിക്കിൾ GTA കൊടുക്കുകയാണെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. ഇത് എക്സംപ്റ്റ് ചാപ്റ്ററിലെ പേജാണ് കേട്ടോ 116. അപ്പോൾ അത് എക്സംപ്റ്റ് ആണെന്ന് 116 പേജിലുണ്ട്. അപ്പോൾ ഇത് എക്സംപ്റ്റ് എന്നാണ്. അവിടെ നമ്മൾ എത്ര വെഹിക്കിൾ ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മിസ്റ്റേക്ക് വന്നത്. കുഴപ്പമില്ല, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ ഏതായാലും എത്ര കിട്ടി? 5 മാർക്ക് കിട്ടി അല്ലേ? ഓക്കെ, 5 മാർക്ക് കിട്ടി. എത്ര മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു? 7 മാർക്കായിരുന്നു. 2 മാർക്ക് മിസ്സായി. ഓക്കെ, ഫൈൻ. യെസ്. ഇനി അടുത്തത് ബി പോയിന്റ് നിങ്ങൾ ചോദിക്കുകയാണ് എന്താണ് കമ്പ്യൂട്ടർ ദ എമൗണ്ട് ഓഫ് ITC അല്ലെ, എത്ര ITC കിട്ടുന്നതാണ്. ഇൻപുട്ട് യൂസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് ഫൈനൽ പ്രോഡക്റ്റ്. ഡെഫിനറ്റ്ലി ITC കിട്ടും. അപ്പോൾ അത് കിട്ടി, അത് ഓക്കെയാണ്. ഗുഡ്സ് ഡിസ്ട്രോയിഡ്, അപ്പോൾ നമുക്കറിയാം അത് കിട്ടില്ല. ഡിസ്ട്രോയിഡ് ആണെങ്കിൽ ബ്ലോക്കഡ് ആണ്, അപ്പോൾ അത് കിട്ടൂല. ഓക്കെ, പിന്നെന്തായിരുന്നു? അത് ശരിയാണ്. ഫുഡ് ആൻഡ് ബിവറേജസ് യൂസ് ഇൻ ദ ഡീലേഴ്സ് മീറ്റ്, അത് കിട്ടുമോ? ഫുഡ് ആൻഡ് ബിവറേജസിന് ITC കിട്ടൂല, അത് ശരിയാണ്. പിന്നെ ഗുഡ്സ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ടവർ, അത് കിട്ടില്ല. കാരണം പ്ലാന്റ് ആൻഡ് മെഷീനറി ഡെഫിനേഷൻ നമ്മൾ പഠിച്ചാണ്. ഞാൻ എല്ലാം കൂടെ കാണിക്കുന്നില്ല, ഇപ്പോൾ ടൈം ഉണ്ടാവില്ല. അപ്പോൾ അതും ശരിയാണ്, കറക്റ്റ്, സൂപ്പർ. ഇനി അടുത്തെന്തായിരുന്നു? പിന്നെ അക്കൗണ്ട് പേപ്പർ ഫോർ പ്രോട്ടോടൈപ്പ് മെഷീൻ യൂസ്ഡ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. ഡെഫിനറ്റ്ലി നമുക്ക് എന്താണ് ITC കിട്ടും. കാരണം കിട്ടും. ഓക്കെ, ഞാൻ കരുതിയല്ലോ, അത് തെറ്റിയുടെ ഒരു ആൻസർ. ശരിയാണ്, കറക്റ്റ് അല്ലേ? അപ്പോൾ അത് കിട്ടും. പിന്നെ ഗുഡ്സ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് സർവീസ് ഇൻ ഡ്യൂറിങ് വാറണ്ടി പീരീഡ്, ഇത് നമുക്ക് ITC കിട്ടും. ഇത് നിങ്ങൾക്ക് പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ദെയർ. നിങ്ങൾ ITC ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഐ ഷോ ദാറ്റ്. അപ്പോൾ ITC ചാപ്റ്ററിൽ അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത സാധനമാണ്. അപ്പോൾ എവിടെയായിരുന്നു ഗുഡ്സിൻ്റെ കേസിൽ നമ്മൾ ITC ചാപ്റ്ററിൽ ബുക്സ് കോൺട്രാക്ട് കഴിഞ്ഞിട്ട് ഓക്കെ ഇവിടെ അല്ലേ വാറണ്ടി, ITC ഓൺ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി. അപ്പോൾ പിന്നെന്താണ്? ഡെഫിനറ്റ്ലി അത് എലിജിബിൾ ആണ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ITC കിട്ടും. അപ്പോൾ സൂപ്പർ, അപ്പോൾ എല്ലാം നമുക്ക് കിട്ടി. ഇനി വെരി ഗുഡ്, ഇതാണ് സൂപ്പർ. ഇതാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും നിങ്ങളോട് പറയാറ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ 7 മാർക്ക് കിട്ടണമെങ്കിൽ വെറുതെ ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടില്ല. ഇപ്പോൾ ഇതിൽ എത്ര മാർക്ക് ആയാലും കിട്ടിയെന്ന് വെച്ചാൽ 7 മാർക്ക് തികച്ചും കിട്ടിയിട്ടുണ്ട്. സൂപ്പർ. എന്തുകൊണ്ടാണ്? കറക്റ്റ് നോട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി അല്ലേ? നമ്മൾ ശരിക്കും ഒരു കൈയടി കൊടുക്കണം. അടിപൊളിയായിട്ട് എന്ത് എഴുതുന്നുണ്ട്? ആൾ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും എന്താണ് കറക്റ്റ് നോട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് എല്ലാം കറക്റ്റാണ്. ഇതിപ്പോൾ എല്ലാം കറക്റ്റ് നോട്ട് കൊടുത്തില്ലെങ്കിൽ മേ ബി ഒരു 3 മാർക്കുമ്പോൾ നിങ്ങൾക്ക് നിൽക്കും. പക്ഷെ നോട്ട് എടുത്തുകൊണ്ട് 7 മാർക്ക് കിട്ടി. ഓക്കെ, സൂപ്പർ. ഇനി അടുത്ത ആൾ ഏതാ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി ആൾ പോയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയി. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ കേസിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് വിത്ത് റീസൺ. ഇത് കോമ്പോസിറ്റ് ആണ്, മിക്സ്ഡ് ആണ്. വെൻ ദ ഗുഡ്സ് ആർ പാക്ക്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് വിത്ത് ഇൻഷുറൻസ്, നമുക്കറിയാം ഇത് ഡെഫിനറ്റ്ലി കോമ്പോസിറ്റ് ആണ്. പക്ഷെ വെറുതെ കോമ്പോസിറ്റ് എഴുതിയാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ എഴുതണം അല്ലേ? എന്താണ് പിന്നെ നാച്ചുറലി ബണ്ടിൽഡ് ആണ് എന്നൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ് ഇതൊക്കെ കറക്റ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് വെച്ചാൽ 2A. 2Aയിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആൾ സെക്കൻഡ് വൺ തെറ്റിച്ചിട്ടുണ്ട്. അതായത് ട്രെയിൻ ടിക്കറ്റിൻ്റെ കൂടെ മീൽ. ഈ ട്രെയിൻ ടിക്കറ്റിൻ്റെ കൂടെ മീൽ എന്നുള്ളത് ആളെന്താ ചെയ്തെന്ന് വെച്ചാൽ ഇറ്റ്സ് എ മിക്സ്ഡ് സപ്ലൈ. ഇതിപ്പോൾ അത് ശരിക്ക് അങ്ങനെ എഴുതിയാലും പിന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഇഫ് എ കോമൺ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് കോമ്പോസിറ്റിലേക്ക് ഇതാക്കണം. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് അവിടെ ഒരു മാർക്ക് പോയത്. നമ്മൾ എഴുതുമ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് സംഭവം 2 വ്യൂ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾ ഒരു വ്യൂ കറക്റ്റായിട്ട് എഴുതുക. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം? അത് ശ്രദ്ധിക്കണ്ടോ? ഇങ്ങനെ എഴുതണമെങ്കിൽ നിങ്ങൾ താഴെ ആൾട്ടർനേറ്റീവ് വ്യൂ പോസിബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? വേറെ ഹെഡിങ് കൊടുത്തിട്ട് എഴുതിയാൽ മതി. ഇതിപ്പോൾ എന്താണോ ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് എക്സാമിനർക്ക് നിങ്ങളിപ്പോൾ ഏതാണ് പറയുന്നത്? ഫസ്റ്റ് പറയുന്നത് മിക്സർ, പിന്നെ പറയുന്നത് കോമ്പോസിറ്റ്, അങ്ങനെ എഴുതാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 2 വ്യൂ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഹെഡിങ് കൊടുക്കുക. ആൾട്ടർനേറ്റീവ് വ്യൂ പോസിബിൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഹെഡിങ് കൊടുത്തിട്ട് സെറ്റാക്കി എഴുതിയാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, യെസ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ചെറിയ മാർക്ക് നിങ്ങൾക്ക് മിസ്സായത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ഫുൾ മാർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ 19 മുകളിൽ പോയിരുന്നു അല്ലേ? ഓക്കെ. നൗ വിത്ത് റെഫറൻസ് ടു GST law ഡിഫൈൻ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ ആൾസോ അനലൈസ് ദ പ്രൊവിഷൻ റിലേറ്റഡ് ടു ഫയലിംഗ് ഓഫ് റിട്ടേൺസ്. അത് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റൻ ആണ്. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ NRTPൻ്റെ കേസ് ഇതാ ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ NRTPൻ്റെ കേസ് പറഞ്ഞ നമ്മൾ രജിസ്ട്രേഷൻ ചാപ്റ്ററിലാണ്. അപ്പോൾ അത് നിങ്ങൾ ബുക്കിലില്ല ശരിക്ക്. അപ്പോൾ NRTP എന്താണെന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ റിട്ടേൺ ഫയലിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? താഴെ ഇവിടെ കൊടുത്തിട്ട് ടു ഫയൽ ദ റിട്ടേൺ ഇൻഫോം GSTR 5. സൂപ്പർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫയൽ റിട്ടേൺ 13th ഓഫ് ദ മന്ത് ഫോളോയിങ് ദ മന്ത്. അതും അടിപൊളിയാണ്. വിത്തിൻ 7 days. കാരണം അത് അമെൻഡ് ആയിരുന്നു. അതൊക്കെ കറക്റ്റ് എഴുതിയിട്ടുണ്ട് ആൾ. അപ്പോൾ അതിന് എത്ര മാർക്ക് കിട്ടിയത്? അതെങ്ങനെ കണ്ടെത്താം? ഇതെങ്ങനെ ഇത് മാർക്ക് കണ്ടെത്താൻ എത്ര? 2B എവിടെയാണ്? 2B അല്ലേ? 2Bക്ക് എത്ര മാർക്ക് കിട്ടണം കേട്ടോ? 2Bക്ക് എത്ര മാർക്ക് കിട്ടിയാൽ
ടു ബിക്ക് 5 മാർക്ക് അല്ലേ? അതിലേറെ കൊടുക്കാമായിരുന്നു അവർക്ക്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് വരില്ല. അപ്പോൾ ടു ബിക്ക് എന്താണ് 5 മാർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? 7 മാർക്കിൽ 5 മാർക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ. അപ്പോൾ പിന്നെ അടുത്തത്, അപ്പോൾ അത് ഓക്കെ. 2A 2B ഓക്കെ. അപ്പോൾ ഇത്ര എഴുതിയിട്ടുണ്ട്. അതിലെന്താണ് മാർക്ക് പോയത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് 3 ആണ് ആൾ എഴുതിയിട്ടുള്ളത്. അടുത്ത 3 അല്ല, അടുത്ത ഇതാണ് 6 ആണ് എഴുതിയിട്ടുള്ളത് അല്ലേ? 6ലേക്ക് വരാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6ലേക്ക് വരാം. 6ൻ്റെ കേസിൽ എന്താണ് നോക്കാം നമുക്ക്. ഔട്ട്ലൈൻ ദ മേജർ സ്കീം അനൗൺസ്ഡ് ഫോർ എക്സ്പോർട്ട് അണ്ടർ ഫോറിൻ ട്രേഡ് പോളിസി വിത്ത് എന്താണ് വിച്ച് ആർ മെൻ ഫോർ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ്. അപ്പോൾ സം ഓഫ് ദ മേജർ സ്കീംസ് നമ്മൾ പിന്നെ പഠിച്ചിട്ടുണ്ട്. നമ്മളെ FTPയിലേക്ക് വരികയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇൻ ദ FTP അല്ലേ? അപ്പോൾ FTPൻ്റെ ഇതിലേക്ക് നിങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അല്ലേ? പാർട്ട് ബിയിൽ നമ്മൾ കുറേ സ്കീംസ് കൊടുത്തിട്ടുണ്ട്. ഡ്യൂട്ടി എക്സംഷൻ സ്കീംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെയാണ് അഡ്വാൻസ് ഓതറൈസേഷൻ, പിന്നെ DFIA കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയായിരുന്നു DFIA കൊടുത്തിട്ടുണ്ട്. ഡ്യൂട്ടി റെമിഷൻ സ്കീമിൽ ഡ്യൂട്ടി ഡ്രോബാക്ക് ഉണ്ട്. പിന്നെ RODTP സ്കീം ഉണ്ട് അല്ല, അങ്ങനെ കുറേ സ്കീംസ് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ EPCG സ്കീം, അങ്ങനെ ഒരുപാട് സ്കീംസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഡ്യൂട്ടി എക്സംഷൻ സ്കീം എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ എന്താണ് അല്ലേ, അഡ്വാൻസ് ഓതറൈസേഷൻ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. സൂപ്പർ. പിന്നെ DFIA എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്യൂട്ടി റെമിഷൻ സ്കീം എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ RODTP സ്കീം എഴുതിയിട്ടുണ്ട്. പിന്നെ EPCG സ്കീം എഴുതിയിട്ടുണ്ട്. സൂപ്പർ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ആൾ FT നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. പിന്നെ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ഡീംഡ് എക്സ്പോർട്ട് എല്ലാം ആൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി 6Bയിൽ പിന്നെ എന്താണ് 6Bൻ്റെ ക്വസ്റ്റ്യൻ എന്താ? സ്പെഷ്യൽ എക്കണോമിക് സോൺ EUR സെയിം തിങ്സ്, ദർ ഇസ് നോ ഡിഫറൻസ്. അത് തെറ്റാണ്. കാരണം വെച്ചാൽ രണ്ടിൻ്റെ ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഡിഫറൻസും എഴുതിയിട്ടുണ്ട്. എന്താണ് പിന്നെ ഇത് ഡിഫറൻസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. അപ്പോൾ അതിന് നമുക്ക് എത്ര 6 മാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആൾക്ക് 6 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ 6 മാർക്കും ഫസ്റ്റത്തിൽ എത്ര മാർക്ക് കിട്ടിയുള്ളത്? 6Aയിൽ എത്ര മാർക്ക് കിട്ടിയത്? 6Aയിൽ എത്ര മാർക്കാണ്? ഓക്കെ, 6Aയിൽ ഐ തിങ്ക് ഇറ്റ്സ് നോക്കാം നമ്മൾ 7 മാർക്ക് അല്ലേ? ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ. ഓക്കെ, ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേതിൽ 6 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താ പറയുക കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഫുള്ളായിട്ട് ചെയ്തു. ഞങ്ങൾ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അത് പിന്നെ എന്താണ് സുഖമുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും നോക്കും നിങ്ങൾ. അപ്പോൾ ആളുടെ ചെറിയൊരു 1-2 മാർക്ക് പോകാൻ കാരണം ഒന്ന്, നമ്മളുടെ ഈ ഇൻവോയ്സിങ്ങിൻ്റെ കേസിൽ ആൾ ഇല്ലാത്ത 2-3 പോയിന്റ് എഴുതി. ആ കാരണം കൊണ്ട് കുറച്ച് മാർക്ക് പോയി. പിന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ എന്താണ് കുറയ്ക്കണമെന്നില്ല, 1 മാർക്കും 2 മാർക്കും അങ്ങനെ പോയതാണ് അല്ലേ? അപ്പോൾ അതും കൂടെ ആ ഒരു പോയിന്റ് എഴുതിയില്ലായിരുന്നെങ്കിൽ ഇതൊരു പിന്നെ 87ലേക്ക് പോയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക പിന്നെ ഇവിടെ ഒരു പിന്നെ കുറച്ച് മാർക്ക് പോയിരുന്നു അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഇത് ശരിക്കും പറയുന്നത് 90ന് മുകളിൽ വരേണ്ട പേപ്പറാണ്. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് പേപ്പറാണ്, ഒരു രക്ഷയില്ലാത്ത പേപ്പറാണ്. അപ്പോൾ ഏതായാലും ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ നോട്ട്സ് കറക്റ്റ് കൊടുത്തിട്ട് പിന്നെ ഇതാക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഒന്ന്, ആ കൂൾ ഓഫ് ടൈം വളരെ അടിപൊളിയായിട്ട് ആൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഏതൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് എന്താണ് എഴുതണം അത് ആൾ ഇതാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് അപ്പം തന്നെ ആൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരു പ്ലസ് പോയിന്റ്. പിന്നെ നോട്ട്സ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു പേപ്പറാണ്. അതായത് കൂടുതൽ വെട്ടും ഇതൊന്നും ഇല്ലാത്ത കറക്റ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പേപ്പറാണ് അല്ലേ? കൂടുതൽ വാരി വലിച്ച് എഴുതിയിട്ടുമില്ല. എല്ലാ പോയിന്റുകളും ഉണ്ട് താനും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമുക്കിതിൽ ഇതൊക്കെയാണ് 8A ആണ് നമ്മളുടെ പ്രീ ഡെപ്പോസിറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രീ ഡെപ്പോസിറ്റ്സ് ക്വസ്റ്റ്യൻ നമ്മളുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ആ ഒരു ഏരിയ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും അത് വിട്ടത്. കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മളുടെ ഇപ്പോൾ നിങ്ങൾ ബുക്ക് എടുക്കുകയാണെങ്കിൽ ഈ പ്രീ ഡെപ്പോസിറ്റ്സിൻ്റെ കേസ് ഞാൻ വിത്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എവിടെയായിരുന്നു നമ്മളുടെ അപ്പീലിൻ്റെ ചാപ്റ്ററിൽ അല്ലേ? അപ്പീൽ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ യു ക്യാൻ സീ ദെയർ ജസ്റ്റ് ഐ എം ഷോയിങ് ദാറ്റ്. കാരണം ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പ്രീ ഡെപ്പോസിറ്റ് ക്വസ്റ്റ്യൻ അല്ല. കാരണം ഇത് നമ്മളുടെ 2 കേസിലുണ്ട്. ഒന്ന്, നമ്മളുടെ അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ അടുത്തും പോകണം അല്ലേ? അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ അടുത്ത് പോകണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അപ്പലേറ്റ് അതോറിറ്റി 2 കേസിലും നമ്മൾ എത്ര പ്രീ ഡെപ്പോസിറ്റ് കൊടുക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അങ്ങനെ തന്നെ ഞാനൊരു എക്സാമ്പിൾ നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യു ക്യാൻ സീ ദെയർ അല്ലേ? ഇവിടെ നമ്മൾ പ്രീ ഡെപ്പോസിറ്റിൻ്റെ കേസ് നമ്പർ 1 നമ്മൾ ഹോൾ എമൗണ്ട് പിന്നെ നമ്മൾ ഇതാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2ൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതേ എക്സാമ്പിൾ ഞാനിവിടെ താഴെ പിന്നെ അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ കേസിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ അല്ലേ, ഇവിടെയാണ് എക്സാമ്പിൾ ഓൺ പ്രീ ഡെപ്പോസിറ്റ്സ്.
രണ്ടിൻ്റെയും കൂടെ ബിഫോർ അപ്പീൽ അതോറിറ്റി ബിഫോർ അങ്ങനെ രണ്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അത് വിട്ടാലും കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, സോ ഏതായാലും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പേപ്പറാണ്. നിങ്ങൾക്കും ഇത് എന്താ പറയുക, നിങ്ങളെ അടുത്ത എക്സാം എഴുതാൻ പോകുന്ന CA ഇൻ്റർ ആൻഡ് ഫൈനൽ 2 പേർക്കും ഒരു ഗൈഡൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. അല്ലേ, ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ താഴെ മടി കൂടാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നാലാണ് അടുത്ത ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കാരണം അവരും ഇത് കണ്ടു പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം, അടുത്തിനി ഒരു CA പേപ്പറുമായിട്ട് നമുക്ക് വരാം. അടുത്ത മെയ് എക്സാം കഴിഞ്ഞോട്ടെ, അതിനുശേഷം ഇതുപോലെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തിട്ട് എന്നെ അറിയിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ആ പേപ്പർ ഇതുപോലെ നമുക്ക് കീറി മുറിച്ച് നമുക്ക് ഇതാക്കാം. ഇനി DT പേപ്പറിന്, അതായത് CMA ഫൈനലിൻ്റെ തന്നെ ഈ ഡിസംബറിൽ നമ്മളുടെ DT പേപ്പറിന് 85 മാർക്ക് കിട്ടിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആളുടെയും ഞാൻ ഇതുപോലെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതും ചെയ്യാം. സമയമുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയാലോ നിങ്ങൾക്ക്, അല്ലേ? ഓക്കെ, സെറ്റ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ബഡീസ്. യെസ്.